കൊല്ലത്തേക്കാണ് പോകുന്നത്. കൊല്ലത്ത് സ്ഥാനാർത്ഥി പ്രചാരണമൊക്കെ വളരെ സജീവമായി തന്നെ തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. കുണ്ടറയിലേക്കാണെന്ന് തോന്നുന്നു. അവിടെ വിഷ്ണുനാഥ് ഉണ്ട്, ലിജോ റോളൻസിനൊപ്പം എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. ലിജോ, അങ്ങനെ പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ്. സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ രാത്രി വൈകി വന്നതാണെങ്കിലും ഇന്ന് രാവിലെ തന്നെ പ്രചാരണങ്ങളിൽ സജീവമാകുന്നു സ്ഥാനാർത്ഥികൾ. എന്തൊക്കെയാണ് കൊല്ലത്തുനിന്നുള്ള വിവരങ്ങൾ? ജിൽസി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക രണ്ടാം ഘട്ടം കഴിഞ്ഞ ദിവസമാണ് വന്നത്. കുണ്ടറയിലെ സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന്റെ പേര് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ചർച്ചകളും മറ്റുമൊക്കെയായി ഡൽഹിയിലൊക്കെ ആയിരുന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം മുതലാണ് രംഗത്ത് സജീവമായത്. ഇത് ദിവസമായതുകൊണ്ട് തന്നെ പള്ളികൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഈ മുട്ടയ്ക്കാവ് പള്ളിയിലാണ് സ്ഥാനാർത്ഥിയുള്ളത്. വോട്ട് ചോദിക്കുന്നതിനും മറ്റുമൊക്കെ ആളുകളെല്ലാം പരമാവധി കണ്ടു തന്നെ നേരിട്ട് വോട്ട് ചോദിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ഇവിടുത്തെ MLA കൂടെയാണ്. അപ്പോൾ വോട്ട് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് എന്ന് വരുമെന്നുള്ളതായിരുന്നു വലിയൊരു ചോദ്യം. അതിന് ഇന്നലത്തോടെ ഒരു അവസാനമായിരിക്കുന്നു. ഇനി പ്രചരണ രംഗത്ത് സജീവമാണ്. ഞാൻ 5 വർഷവും ഇവിടെ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് പ്രത്യേകമായ ഒരു പ്രചരണം തുടങ്ങേണ്ട ആവശ്യമേ ഇല്ല. ഈ മുട്ടയ്ക്കാവ് ജുമാ മസ്ജിദിലാണെങ്കിൽ പോലും നിരവധി തവണ ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം വീണ്ടും ആളുകളെ ഒന്ന് പരിചയം പുതുക്കുന്ന ഒരു പ്രവർത്തനം മാത്രം മതിയാകും. തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ലിസ്റ്റും എല്ലാം വന്നു. എന്തായാലും ഈ പുണ്യ ദിവസം, പെരുന്നാൾ ദിവസം പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിൽ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ ഒരു ഉത്തരവാദിത്വം. അതിന്റെ ഭാഗമായി ഇവിടെ എല്ലാവരോടും തിരികെ പിടിച്ച മണ്ഡലമാണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം ഇനിയും പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. ഉറപ്പായിട്ടും 5 വർഷം മുമ്പ് ഒരു പുതിയ ആളായിരുന്നു ഞാനിവിടെ. ഇപ്പൊ ഞാൻ ഇവിടുത്തെ എല്ലാവരെയും വീട്ടിലെ ഒരാളാണ്. അപ്പൊ എനിക്ക് അവരെല്ലാം എന്നെ കരുതുന്നത് അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. ആ ഒരു ആനുകൂല്യം എനിക്കുണ്ട്. മറ്റൊരു കാര്യം, കോൺഗ്രസുമായി ബന്ധപ്പെട്ട് KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടെയാണ്. ഈ ഉണ്ടായ തർക്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയില്ല. 2 ദിവസമാണ് ആകെ ചില വാർത്തകളൊക്കെ വന്നത്. പണ്ടൊക്കെ മാസങ്ങളോളമായിരുന്നു. ഇത്തവണ 2 ദിവസം കൊണ്ട് വാർത്ത വന്നതും വാർത്ത തീർന്നതും എല്ലാം 2 ദിവസം കൊണ്ടാണ്. തീർന്നപ്പോഴും അത് ശുഭ പര്യവസായിയാണ്. പ്രഖ്യാപിച്ച സ്ഥലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളെ വലിയ തോതിൽ ജനങ്ങൾ സ്വീകരിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞ 100 സീറ്റിന് മുകളിൽ തന്നെ പോകും. ഒരു സംശയമില്ല. ഈ ചെറിയ സീറ്റിന് മുകളിൽ പോകും. 100 സീറ്റിന് മുകളിൽ. ചില തർക്കങ്ങൾ, ചിലർക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടായെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക്. ഞാൻ ഈ പെരുന്നാൾ ദിവസം ഈ പരിശുദ്ധ മുട്ടയ്ക്കാവ് ജുമാ മസ്ജിദിന് മുമ്പിൽ നിന്ന് ലിജോയെ UDFന്റെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഇപ്പോഴേ ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പോ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ജിൽസി ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. ഒരു കാര്യം കൂടെ, ഈ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയിരിക്കുകയാണ്. ജില്ലയിലെ പൊതു സാഹചര്യം, കരിംചിലയിടത്തൊക്കെ UDFൽ പ്രശ്നങ്ങളുണ്ട്. അതിനെങ്ങനെ കാണും? ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ട് അത് പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്ത് മാത്രമാണുള്ളത്. അത് UDFന്റെ നേതൃത്വം അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. തീരും. വലിയൊരു റോഡ് ഷോ നടത്തിയാണ് ഇത്തവണ ഒരു ഇൻട്രോ ഉണ്ടായത്. ആളുകളെ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയുണ്ട് അവരുടെ ഒരു പ്രതികരണം? ഇവിടെ നിൽക്കുമ്പോൾ പോലെ ആളുകൾ ഇവിടെ നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ദിവസമായിട്ട് വന്നതാണ്. ആ വോട്ടൊന്നും ചോദിക്കണ്ട, ഞങ്ങൾ ജയിപ്പിക്കാൻ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അത് ആ സ്നേഹമാണ്. എനിക്ക് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിയാൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്റെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയാൽ അത് മാറും. അപ്പം മാറും. എനിക്ക് തോന്നുന്നു വേറൊരു സ്ഥാനാർത്ഥിയും ഇത്രയും കോൺഫിഡൻസോടുകൂടെ ഇത്തരത്തിൽ പ്രതികരണം ചോദിക്കുമ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണിച്ചിട്ടുണ്ടാവും തോന്നില്ല. വിഷ്ണുനാഥ് പൂർണ്ണമായിട്ടും കോൺഫിഡന്റ് ആണ്. സ്വന്തം കാര്യത്തിലല്ല, UDF ഇത്തവണ അധികാരത്തിൽ വരുമെന്നുള്ളൊരു കാര്യം കൂടെ ഉറപ്പിച്ചു പറയുകയാണ്. പരമാവധി ഇനി കുറച്ച് ദിവസമാണുള്ളത്. അടുത്ത ദിവസം തന്നെ നാമനിർദ്ദേശ പത്രിക നൽകിക്കഴിഞ്ഞാൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഒരു ഓട്ടത്തിൽ തന്നെയാണ് PC വിഷ്ണുനാഥും.